കായിക ബില്ലിന് പൂർണ്ണ പിന്തുണയെന്ന് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അധ്യക്ഷ PT ഉഷ പറയുന്നു. കായിക താരങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ബില്ലിലൂടെ പരിഹാരമാകും. 2036 ഒളിമ്പിക്സിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത് സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ നടക്കുകയാണ്. 2036 ഇന്ത്യയിലേക്ക് ഒളിമ്പിക്സ് വരും എന്നൊരു ചിന്തയിലാണ് ഇപ്പോൾ ഒളിമ്പിക്സ് അസോസിയേഷൻ നടക്കുന്നത്. ഇതുവരെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവാണെന്നാണ് PT ഉഷ 24 പറഞ്ഞത്. ഏറ്റവും ആഗ്രഹിക്കുന്നത് അത്ലറ്റ് സെൻട്രിക് IOA ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാം പ്ലേയേഴ്സിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടെന്നുള്ളതാണ്. ഇപ്പൊ പുതിയ ബില്ല് വരുന്നത് തന്നെ സ്പോർട്സ് ഈ അത്ലറ്റിക് സെൻട്രിക് ആണ്. കാരണം ഇപ്പം EC മെമ്പറിലാണെങ്കിലും അത് AGM-ലാണെങ്കിലും ഒരു 10% വിമൻ പ്ലസ് പ്ലേയേഴ്സ് ആണ്. അപ്പൊ പ്ലേയേഴ്സിന്റെ പ്രശ്നങ്ങൾ അവർക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും. അത് ഗവേണൻസിലായാലും പോളിസി മാറ്റേഴ്സിലായാലും ഒക്കെ തന്നെ അവർക്ക് ഇടപെടാൻ സാധിക്കും. അത് തന്നെ ഏറ്റവും ബെസ്റ്റ് ആണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് ബില്ല് വന്നിരിക്കുന്നത്. ഈവൻ IOC ആയിട്ടൊക്കെ വളരെ നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വന്ന ബില്ലാണിത്. ഇപ്പൊ ACTs പോയതൊക്കെ പോസിറ്റീവാണ്. IOA കംപ്ലീറ്റ്ലി ഫോർ സ്പോർട്സ് പീപ്പിൾ ആണ്, സ്പോർട്സ്മെൻ ആണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് എന്നും സ്പോർട്സിന് വേണ്ടി കുറെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് എല്ലാവരും കൂടി ഒരുമിക്കുമ്പോൾ അത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ വിത്തിൻ 6 months നിങ്ങൾക്ക് ലോട്ട് ഓഫ് ചേഞ്ചസ് കാണാം. ഡൽഹിയിൽ നിന്ന് വിനിത വിജി വിശദാംശങ്ങൾ നൽകും. 2036 ഇന്ത്യയിലേക്ക് ഒളിമ്പിക്സ് കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമങ്ങൾ നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിനിത, ആ ഒരു നല്ല വർഷത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ശരിക്കും പറയൂ വിനിത. ഉറപ്പായും എസ്കേറ്റ് നേരത്തെ തന്നെ ഈ ഒളിമ്പിക്സിൽ ആതിഥ്യം വഹിക്കുന്ന കാര്യം ഇന്ത്യ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുവെന്നാണ് അധ്യക്ഷ PT ഉഷ 24 വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ അവർ പറയുന്നത് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി നടക്കുന്നു. ഇതിന്റെ ആദ്യ വർക്ക്ഷോപ്പുകളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാമെന്നും PT ഉഷ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ അസോസിയേഷനുള്ളിൽ ചില പൊട്ടിത്തെറികളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്ന് PT ഉഷ തന്നെ രംഗത്തെത്തുകയും പിന്നീട് കമ്മിറ്റി അംഗങ്ങൾ PT ഉഷയ്ക്കെതിരെയൊക്കെ അന്ന് രംഗത്തെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിലവിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നുവെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. തലപ്പത്ത് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നടക്കുന്നു. അസോസിയേഷൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. അതിൽ വലിയ സന്തോഷമുണ്ട്. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ 6 മാസത്തിനുള്ളിൽ തന്നെ കായിക മേഖലയിൽ നിരവധി മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്നും PT ഉഷ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കായിക ബില്ലിനും വലിയ പിന്തുണയാണ് ഒളിമ്പിക് അസോസിയേഷൻ നൽകുന്നത്. അതിൽ പറയുന്നത് ഈ ബില്ല് കായിക താരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എന്നാണ് PT ഉഷ വ്യക്തമാക്കിയിരിക്കുന്നത്. കായിക താരങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഈ ബില്ലിലൂടെ പരിഹാരം കാണാൻ കഴിയുമെന്നും പറയുന്നു. ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ബില്ലിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ബില്ല് എത്തിയിരിക്കുന്നതെന്നും അവർ പറയുകയാണ്. ഒരുപക്ഷെ ഈ അടുത്തിടെയൊക്കെ കായിക താരങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങളൊക്കെ ഈ ബില്ല് വരുന്നതോടുകൂടി ആ പ്രശ്നങ്ങൾക്കൊക്കെ നേരിട്ട് ഇടപെടാനും അതിൽ നിന്ന് അവർക്കൊരു പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ കഴിയുമെന്ന് കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് PT ഉഷ. SK. ഓക്കെ, വിനിത വിജയാണ് വിവരങ്ങൾ നൽകിയത്.